പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 7 പേജ് നമ്പർ 162 ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കൺസ്ട്രക്ട് ട്രയാങ്കിൾസ് ഫോർ ദി ഫോളോയിങ് മെഷർമെൻറ്റ്സ്. നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ്സിൽ ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ആംഗിൾസും ഒരു സൈഡുമാണ് തന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ സൈഡിൻ്റെ മെഷർമെൻറ്റ് വെച്ച് നമുക്ക് ബേസ് വരയ്ക്കാം. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. 5 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇതിന് ഞാൻ BC എന്ന് പേര് കൊടുക്കുന്നു. 5 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് 75-75 ആംഗിൾ മെഷർമെൻറ്റ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് ബിയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വെക്കുക. ഈ ലൈൻ നമ്മൾ വരച്ച ഈ ലൈനിൽ വരുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത്. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് ബിയിൽ വരണം. എത്രയാണ്? 75. അപ്പോൾ ഇതാ 70 കഴിഞ്ഞ് 70-ക്കും 80-ക്കും ഇടയ്ക്കുള്ള ഈ വലിയ വരെയാണ് 75. അതിതാ ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി വീണ്ടും അടുത്ത ആംഗിളും 75 വേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടർ സിയിൽ വയ്ക്കുന്നു. സിയിൽ വെച്ചിട്ട് 75 ഈ 0യിൽ നിന്ന് 75 നോക്കുക. 75 ഇതാ ഇവിടെ വരും. എന്നിട്ട് ഇതിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നോക്കുക, ഇത് തമ്മിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അതുവരെയും നമ്മൾ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ എഴുതിയതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മുടെ ട്രയാങ്കിൾ പറഞ്ഞിട്ടുള്ളത്. അതാ ഇവിടെയാണ് മീറ്റ് ചെയ്തത്. ദിസ് ഈസ് എ. കണ്ടല്ലോ. അപ്പോൾ എവിടെ ജോയിൻ ചെയ്യുന്നു അവിടെ വരെ നിങ്ങൾ ലൈൻ വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് 75 ഡിഗ്രി. ഇനി അടുത്തത് 25 ഡിഗ്രി, 3 സെൻറ്റിമീറ്റർ, 60 ഡിഗ്രി. അപ്പോൾ നമ്മൾ ബേസ് 3 സെൻറ്റിമീറ്റർ സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ BC. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, വേണമെങ്കിൽ AB എന്ന് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് 25 ഡിഗ്രി. അപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടർ കറക്റ്റായിട്ട് ബിയിൽ വെച്ചിട്ട് 25 എന്ന് പറഞ്ഞാൽ 20-ക്കും 30-ക്കും ഇടയ്ക്കാണ്. അതായത് ഇവിടെ വരും. എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇനി അടുത്തത് 60 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടർ സിയിൽ വയ്ക്കുന്നു. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സിയിൽ വയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ ലൈൻ ഇനി ലെഫ്റ്റിലേക്കായതുകൊണ്ട് ഇവിടെ നിന്നുള്ള 0യിൽ നിന്ന് നമ്മൾ 60 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിതാ ഇവിടെ വരെ ചെയ്താൽ മതി കേട്ടോ. ദിസ് ഈസ് എ. അപ്പോൾ ഇത് 25 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 120 ഡിഗ്രി, 6 സെൻറ്റിമീറ്റർ, 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ ബേസായിട്ട് വരയ്ക്കുന്നു. BC 6 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് 120 ഡിഗ്രി ബിയിൽ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുന്നു. കറക്റ്റ് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ബിയിൽ തന്നെ വരണം കേട്ടോ. ഇനി ഇവിടുന്ന് 120 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇതാ ഇവിടെ വരും. ഈ 0യിൽ നിന്ന് ഇങ്ങനെ 120 ഇതാ ഇവിടെ വരും. ഇനി ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇനി അടുത്തത് 30 ഡിഗ്രി. അപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ സിയിൽ വെച്ചിട്ട് നമ്മുടെ ലൈൻ ഇങ്ങോട്ടാണ്. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ 30 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഇതിന് എ എന്ന് പേര് കൊടുക്കുന്നു. ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി, ദിസ് ആംഗിൾ ഈസ് 120 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് വരയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 162 ഫിഗർ ഇറ്റ് ഔട്ടും കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.